അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും ശേഷം നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. സുഹൃത്തുക്കളെ, അറിവ് നേടുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, തൊലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിൻ്റെ മേലും ബാധ്യതയുള്ള കാര്യമാണ് അറിവന്വേഷിക്കുക എന്നുള്ളത്. നമ്മുടെ വിജയവും നമ്മുടെ പരാജയവും തീരുമാനിക്കുന്നത് മതപരമായ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വല്ലവനും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു അവന് എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഒരു അടിമ നിത്യേന ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്ന് പറയുന്നത് തന്നെ അറിവ് കരസ്ഥമാക്കലാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, മാ അഫ്ളലു മാ യസ്നഉൽ അബ്ദ്. ഒരു അടിമ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യം എന്താണ്? മഹാനവറുകൾ പറഞ്ഞത്, ഖാല ത്വലബുൽ ഇൽം, അത് അറിവന്വേഷിക്കുക എന്നുള്ളതാണ്. കാരണം അറിവുള്ളവർ മാത്രമാണ് അള്ളാഹുവെ ഭയപ്പെടുക എന്നുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ നമുക്കത് പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. 35-ാം അധ്യായം സൂറത്തു ഫാത്തിറിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവെ ഭയപ്പെടുന്നത് അവൻ്റെ ദാസന്മാരിൽ നിന്ന് അറിവുള്ളവർ മാത്രമാകുന്നു. അറിവുള്ളവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് എന്നും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. 58-ാം അധ്യായം സൂറത്തുൽ മുജാദലയിലെ 11-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അവർക്കു വേണ്ടി ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിനോട് പാപമോചനം തേടും എന്നുള്ളതാണ്. നോക്കൂ സുഹൃത്തുക്കളെ, അപ്പോൾ അറിവ് നേടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയ ബാധ്യതയാണ്. മാത്രമല്ല, അറിഞ്ഞ സത്യങ്ങൾ, അറിഞ്ഞു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ കൂടി ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.